ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ ബാപ്റ്റിസം, അതായത് സ്പിരിച്വൽ പാസ്പോർട്ട്, സ്പിരിച്വൽ ടിക്കറ്റ്, സ്പിരിച്വൽ വീസ, അതാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നലെ നിങ്ങൾ കേട്ടല്ലോ സ്പിരിച്വൽ ടിക്കറ്റ് എന്നാൽ എന്താണ്. ഒരു ഫോറിൻ കൺട്രീസിൽ ഇഫ് യു വാണ്ട് ടു ഗോ അബ്രോഡ് എന്താണ് വേണ്ടി? നമുക്ക് പാസ്പോർട്ട് വേണം, ടിക്കറ്റ് വേണം, വീസ വേണം. സെയിം വേ ടു ബി ദ പാർട്ടേക്കേഴ്സ് ഓഫ് ദ സ്പിരിച്വൽ കിങ്ഡം, ആത്മീയമായ രാജ്യം, ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഒരു സ്പിരിച്വൽ പാസ്പോർട്ട്, സ്പിരിച്വൽ ടിക്കറ്റ്, സ്പിരിച്വൽ വീസ വേണം. സ്പിരിച്വൽ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിപ്പൻറ്റൻസ് ആണ്. നമ്മൾ മാനസാന്തരപ്പെടണം. എല്ലാവരും പാപം ചെയ്തു പോയി, അതുകൊണ്ട് മാനസാന്തരപ്പെടണം ആദ്യമായിട്ട്. രണ്ടാമതായിട്ട് ടിക്കറ്റ്, അതായത് വി ഹാവ് ടു ബാപ്റ്റൈസ്, അത് ജീസസ് കമാൻഡാണ്. നമ്മൾ വാട്ടർ ബാപ്റ്റിസം, വെള്ളത്തിൽ ഇങ്ങനെ സ്നാനപ്പെടണം. അപ്പോൾ ആ ബാപ്റ്റിസത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അതുകൊണ്ട് ഇപ്പോൾ പൗലോസിലെ എഴുതിയിരിക്കുകയാണ്, റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ എഴുതുകയാണ്. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്ന എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനം ഏറ്റവരായി നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. കണ്ടോ, ഇനി പാപത്തിന് നമ്മൾ അടിമപ്പെടാതെ ജീവിക്കണം എന്ന്. So he's saying in English, what shall we say then? Shall we continue in sin that grace may abound? Certainly not. How shall we who died to sin live any longer in it? Or do you not know that as many of us are baptized into Christ Jesus, we were baptized into his death? Therefore we were buried with him through baptism into death, that just as Christ was raised from the dead by the glory of the Father, even so we also should walk in newness of life. കണ്ടോ, ഈ ബാപ്റ്റിസം എന്താ സംഭവിക്കുന്നത്? ബാപ്റ്റിസത്തിൽ 3 കാര്യമാണ്. യേശുവിൻ്റെ മരണം, അടക്കൽ, പുനരുത്ഥാനം. അത് 3ആണ്. ഇതല്ലേ സുവിശേഷം? അതാണ് 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, വാട്ട് ഈസ് ഗോസ്പൽ? Jesus Christ died for us, he was buried, he rose again according to the scriptures. That is the gospel. ഇതാണ് നമുക്ക് സ്നാനത്തിൽ സംഭവിക്കുന്നത്. ഗോസ്പൽ മുഴുവൻ അതിലുണ്ട്. നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ മലർത്തി, മൂക്കൊക്കെ അടച്ചു പിടിച്ച് മലർത്തി ഇങ്ങനെ സ്നാനപ്പെടുത്തും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പാപം അവിടെയല്ല